നാട്ടില് കുറെ ആളുകൾ ഉണ്ടായിട്ടും ശിവദാസനെ തന്നെ എല്ലാം ഏൽപ്പിക്കാനും കൊട്ടാരത്തിനകത്ത് മറ്റാർക്കും ഇല്ലാതിരുന്ന പല സ്വാതന്ത്ര്യവും ശിവദാസനും കുടുംബത്തിനും അവിടെ ഉണ്ടായിരുന്നു. എന്താ ശരിയല്ലേ? അതെ, ശരിയാണ്. അതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. ശിവദാസൻ മറന്നുപോയെങ്കിൽ ഞാൻ തന്നെ പറയാം. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള കൊട്ടാരം വകയായിട്ടുള്ള അമ്പലത്തിൽ നേർച്ച നടത്തുന്നതും തിരുവാഭരണം കൊട്ടാരത്തിൽ എത്തിക്കുന്നതുമൊക്കെ കല്യാണി എന്ന് പേരുള്ള ശിവദാസന്റെ ഇളയ മകളാണ്, അല്ലേ? അതെ. ആ ബന്ധവും പറഞ്ഞ് കൊട്ടാരത്തിൽ കയറിക്കൂടി അവിടെയുള്ളവരുമായി അടുപ്പം സ്ഥാപിച്ച് ആ അടുപ്പം ശിവദാസൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വലുതായി മാറുകയും അത് മുതലെടുത്ത് പലപ്പോഴായി അവിടെ ഉള്ളവരിൽ നിന്നും പണം ആവശ്യപ്പെടുമായിരുന്നു, അല്ലേ? ഇല്ല, ഞാൻ പണമൊന്നും വാങ്ങിയിട്ടില്ല, സത്യം. ശിവദാസന് 2 പെൺമക്കളാണ്. അതിൽ ആദ്യത്തെ ആള് ഐശ്വര്യലക്ഷ്മി, എയർ ഹോസ്റ്റസ് ആണ്, അല്ലേ? എന്താ അല്ലേ? അതെ. ഇലവുദേശം പോലൊരു സ്ഥലം, അവിടെ കൃഷി, മറ്റു വരുമാനങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള ശിവദാസൻ ഇത്രയും ഭീമമായ തുക ചിലവഴിച്ച് വലിയൊരു അക്കാഡമിയില് മകളെ പഠിപ്പിക്കുന്നു. അതിൽ ആ കൊട്ടാരത്തിലുള്ള ആർക്കും ഒരു പങ്കുമില്ലേ? മോളുടെ പഠനത്തിന്റെ ഭാഗമായി ഒരിക്കൽ പോലും കൊട്ടാരത്തിൽ നിന്നും സഹായം ലഭിച്ചിട്ടില്ല. തമ്പുരാന്റെ കയ്യിൽ നിന്നും പലപ്പോഴായി പണം കടം വാങ്ങിയിട്ടുണ്ട്. അത് ജോലി ചെയ്ത് തിരികെ കൊടുത്തിട്ടുണ്ട്. അതിന് തെളിവില്ലല്ലോ. യുവർ ഓർഡർ, കൈൻഡ്ലി നോട്ട് ദിസ് പോയിന്റ്. പലപ്പോഴായി മകളുടെ വിദ്യാഭ്യാസത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി കൊട്ടാരത്തിൽ നിന്നും പ്രതി പണം കൈപ്പറ്റിയിട്ടുണ്ട്. പ്രതിയുടെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ പിന്നീട് അവർ പണം നൽകാതെയായി. അതായത് 7 മണി മുതൽ 10 മണി വരെ നിങ്ങൾ ഇലവദേശം സർക്കാർ ആശുപത്രിയിലായിരുന്നു. അന്നത്തെ OP ടിക്കറ്റിന്റെ കോപ്പിയാണിത്. പിറ്റേന്നോ അല്ലെങ്കിൽ എന്നോ നിങ്ങൾ കേട്ട കഥയാണ് കുറച്ചു മുന്നേ നിങ്ങൾ ഇവിടെ പറഞ്ഞത്. എന്താ ശരിയല്ലേ? നിങ്ങളത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യമെന്ന് ഈ കോടതിയിൽ തെളിഞ്ഞു കഴിഞ്ഞു. ഇലവദേശം കൊട്ടാരത്തിലെ തമ്പുരാനും തമ്പുരാട്ടിയും മരിച്ചത് അഗ്നിബാധയെ തുടർന്നാണ്. അതൊരു കൊലപാതകമാണെന്നും അത് ചെയ്തത് ഈ നിൽക്കുന്ന എന്റെ കക്ഷിയാണെന്നും പോലീസിന് തെളിയിക്കാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ എന്റെ കക്ഷിയുടെ ജാമ്യാപേക്ഷയല്ല, നിരപരാധിത്വമാണ് എനിക്ക് തെളിയിക്കേണ്ടത്. അതിനായി കൂടുതൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ കോടതി എനിക്ക് കുറച്ചുകൂടി സമയം തരണം. ഇതുപോലെ കാണാത്ത കാര്യം കണ്ടു എന്ന് പറയുന്ന സാക്ഷിയല്ല, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളെ അവരുടെ മൊഴികൾ കൂടി രേഖപ്പെടുത്തി മറ്റൊരു കേസ് ഫയൽ സമർപ്പിക്കാനും എന്റെ കക്ഷി കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കുന്നതിനുമായി കുറച്ചു സമയം കൂടി അനുവദിക്കണമെന്ന് കോടതിയോട് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. താങ്ക് യു.
ഇലവുദേശം കൊട്ടാരം കൊലക്കേസുമായി ബന്ധപ്പെട്ട് പ്രതിയായി ഹാജരാക്കപ്പെട്ട ശിവദാസൻ എന്നയാള് കുറ്റക്കാരനാണെന്ന് ഭാഗികമായേ പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. കോടതിയുടെ സംശയത്തിന്റെ കീഴിലുള്ള ശിവദാസൻ കൃത്യം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ ഡിഫൻസ് കൗൺസിൽ സമയം ചോദിച്ചത് പരിഗണിച്ച് 14 ദിവസം സമയം അനുവദിക്കുന്നു. താൻ ശരിക്കും വക്കീലായിരുന്നോ? അത് ഇത്രയും നേരമായിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ലേ. പിന്നെന്തിനാ ഡ്രൈവറാണെന്നും പറഞ്ഞ് അഭിനയിച്ചത്? അഭിനയിച്ചതല്ലോ, ശരിക്കും ഞാൻ ആ വീട്ടിലെ ഡ്രൈവർ തന്നെയാ. പിന്നെ ഒരു മോഹം തോന്നി വക്കീലാവാൻ. പഠിച്ചു, അത്രേ ഉള്ളൂ. എന്നാലും എപ്പോഴെങ്കിലും എന്നോട് ഒരു വാക്ക് പറയായിരുന്നു. മറച്ചു വെച്ചത് ശരിയായില്ല. ആ, നല്ല ബെസ്റ്റ് ആളായി പറയുന്നത്. ദാസേട്ടൻ അച്ഛനാണെന്നുള്ള കാര്യം മറച്ചു വെച്ച് അച്ഛനെ ചേട്ടാന്ന് വിളിച്ചോണ്ട് നടന്ന ആളാ എന്നോട് ഈ പറയുന്നത്. അത്രയ്ക്കൊന്നും ഞാൻ വിളിച്ചു വെച്ചിട്ടില്ല. വേറെ എന്തൊക്കെയുണ്ട് ഇനി മറച്ചു വെച്ചിരിക്കുന്നത്? വേറൊന്നുമില്ല. താനോ? ഞാനും ഒന്നും വിളിച്ചു വെച്ചിട്ടില്ല. എന്നാലും തന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. അല്ല, എനിക്കൊരു സംശയം. ആ സാക്ഷി പറയാമെന്ന ആളില്ലേ, അയാള് കള്ളസാക്ഷി പറയാനാ വന്നതെന്ന് തനിക്കെങ്ങനെ മനസ്സിലായി? പറഞ്ഞു പറ്റിച്ച വക്കീലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്താന്? ഞാനേ എന്റെ ഫ്രണ്ട്സിനെ വെച്ച് വെറുതെ ഒന്ന് അന്വേഷിച്ചായിരുന്നു. അപ്പോഴറിഞ്ഞത് ഇയാള് കള്ളസാക്ഷിയാണെന്ന്. ആ കാര്യം ഞാൻ വക്കീലിനോടും പറഞ്ഞായിരുന്നു. പിന്നെ ഒരു നിവൃത്തിയില്ലാതെ വന്നോണ്ടാ ഇതെടുത്തിടേണ്ടി വന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നോട് തീർത്താ തീരാത്ത കടപ്പാടുണ്ട് ഇപ്പൊ എനിക്ക്. നന്ദി പറഞ്ഞ അത് തീരില്ല. വലിയൊരു അപകടത്തിൽ നിന്ന് താൻ എന്നെ എന്റെ കുടുംബത്തെ രക്ഷിച്ചത്. ഇനി മുതൽ എന്നും എന്റെ പ്രാർത്ഥനയില് താനും ഉണ്ടാവും. മതി, അത് മതി.